ചരിത്രകാരൻ ഡോക്ടർ കെ.എൻ. പണിക്കർ അന്തരിച്ചു. വിടവാങ്ങിയത് ഇന്ത്യൻ ചരിത്ര രചനയിലെ പ്രഭാവ കേന്ദ്രം. പ്രമുഖ ചരിത്രകാരനും കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ സ്ഥാപക ചെയർമാനുമായ ഡോക്ടർ കെ.എൻ. പണിക്കർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയായിരുന്നു അന്ത്യം. ഇന്ത്യൻ ചരിത്രത്തെ മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിലൂടെ വിശകലനം ചെയ്യുകയും മതേതര മൂല്യങ്ങൾക്കായി നിലകൊള്ളുകയും ചെയ്ത അദ്ദേഹം ലോകം ആദരിക്കുന്ന പണ്ഡിതനായിരുന്നു. 1936 ഗുരുവായൂരിൽ കൃഷ്ണൻ നായരുടെയും ഇച്ചുകുട്ടിയമ്മയുടെയും മകനായി ജനിച്ച കെ.എൻ. പണിക്കർ പാലക്കാട് വിക്ടോറിയ കോളേജ്, രാജസ്ഥാൻ സർവകലാശാല എന്നിവിടങ്ങളിൽ നിന്നാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ ചരിത്ര വിഭാഗം മേധാവിയായും സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് ഡീനായും ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ, കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ എന്നീ നിലകളിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചു. അധിനിവേശ കാലഘട്ടത്തിലെ സാംസ്കാരിക ഭൗതിക ചരിത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഗവേഷണ മേഖല. ഇന്ത്യൻ കൊളോണിയലിസത്തെയും ആധുനികതയെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങൾ രാജ്യാന്തര ശ്രദ്ധ നേടിയിരുന്നു. എഗെയിൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ്, കൾച്ചർ ആൻഡ് കോൺഷ്യസ്നസ് ഇൻ മോഡേൺ ഇന്ത്യ, കൾച്ചർ, ഐഡിയോളജി ആൻഡ് ഹെജിമണി തുടങ്ങിയ നിരവധി പ്രശസ്ത ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. 2017 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. ചരിത്രത്തെ ശാസ്ത്രീയമായും പുരോഗമനപരമായും സമീപിച്ച കെ.എൻ. പണിക്കർ വർഗീയതയ്ക്കെതിരെയും ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെയും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. മതേതര ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ ഉയർത്തിപ്പിടിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വിലമതിക്കാനാവാത്തതാണ്. പരേതനോടുള്ള ആദരസൂചകമായി വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.